ഓം ശാന്തി. മിസ്റ്റർ ഡാനിയൽ എന്ന ഒരാൾ നിധി തേടിക്കൊണ്ട് ഒരുപാട് കാലം ജീവിച്ചു. ഒരുപാട് കാലം ജീവിച്ചു കഴിഞ്ഞാൽ തൻ്റെ ഒരു ചെറിയ കുഴിക്കാനതായിരിക്കുന്ന ഒരു കൊത്തിയും ഒരു കൈക്കോട്ടും കൊച്ചു കൊച്ചു സാധനങ്ങളുമായിട്ട് നിധി ഉണ്ട് എന്ന് കേട്ട പലയിടത്തും അയാൾ പോയി കുഴിച്ചു. ഒരു സ്ഥലത്ത് അയാൾ പോയി കുഴിച്ചപ്പോൾ കുറച്ചങ്ങ് താഴത്തിൽ ചെന്നു. മനസ്സിൽ പതുക്കെ പതുക്കെ മടുപ്പ് തോന്നാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് കാലമായി അവിടെ നിധി ഇവിടെ നിധി എന്ന് കേട്ട് ഞാനിങ്ങനെ തപ്പി നടക്കുന്നു, ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ലല്ലോ എന്നൊരു വിചാരം അയാളുടെ മനസ്സിലുണ്ടായി. എന്നിരുന്നാലും സാരമില്ല, ഇതെൻ്റെ പരിശ്രമം, ഞാൻ എന്തായാലും ചെയ്യും എന്ന് വിചാരിച്ചുകൊണ്ട് അയാൾ അവിടെ പോയി കുഴിച്ചു. ഒരു 3 അടി 4 അടി താഴേക്ക് പോയി കഴിഞ്ഞപ്പോൾ ചെറിയ ചെറിയ സ്വർണത്തിൻ്റെ പാളികൾ അയാൾക്ക് കിട്ടി. ഭയങ്കര സന്തോഷമായിപ്പോയി അയാൾക്ക്. എൻ്റെ ജീവിതത്തിൽ ഇത്ര കാലം ഞാൻ നിധി അന്വേഷിച്ച് നടന്നു, നിധി കിട്ടിയല്ലോ എന്നുള്ള സന്തോഷം. അങ്ങനെ കൊച്ചു കൊച്ചു ആയുധങ്ങൾ കൊണ്ട് ഇത് എത്ര നാൾ കുഴിക്കണം, ഇത് കിട്ടണമെങ്കിൽ എന്തായാലും സ്വർണം കിട്ടാൻ ആഴത്തിലേക്ക് പോണ്ടി വരും. അപ്പോൾ ഇവിടെ എന്തായാലും ഉണ്ട് എന്നുള്ള കാര്യം ഉറപ്പായി കഴിഞ്ഞല്ലോ. അയാൾ കിട്ടിയതായിട്ടുള്ള ആ കൊച്ചു കൊച്ചു സ്വർണത്തിൻ്റെ കഷ്ണങ്ങൾ കൊണ്ടുപോയി വിറ്റു. നല്ലൊരു തുക ആദ്യമായിട്ട് അയാൾക്ക് കയ്യിൽ വന്നു. അതുപയോഗിച്ച് കുഴിക്കാനുള്ളൊരു മെഷീനറി വാങ്ങിയ അയാൾ ആ മെഷീനറി അവിടെ കൊണ്ടുവന്നു. അതുപയോഗിച്ച് അയാൾ കുഴിക്കാൻ തുടങ്ങി. 1 അടി 2 അടി 3 അടി 4 അടി പോയപ്പോൾ അയാൾക്ക് കുറച്ച് നല്ല സ്വർണം കാണാൻ തുടങ്ങി. സ്വർണത്തിൻ്റെ വലിയ വലിയ 3-4 കഷ്ണങ്ങൾ അയാൾക്ക് കിട്ടി. അത് കഴിഞ്ഞ ശേഷം അയാൾ സന്തോഷത്തോടെ കുഴിക്കൽ പിന്നെയും തുടർന്നു. പക്ഷേ 12-13 അടി കുഴിച്ചിട്ടും പിന്നെ ഒന്നും കാണാനേ ഇല്ല, വെറും മണ്ണ് മാത്രം. 4 അടി 5 അടിയിൽ നിന്നൊക്കെ സ്വർണം കിട്ടി. അത് കഴിഞ്ഞ് പിന്നെ 13 അടി വരെ താഴ്ത്തിപ്പോയി, ഒരു രക്ഷയില്ല. അയാൾ വിചാരിച്ചു ഇനി ഇവിടെ ഉണ്ടാവില്ല. എന്തു തന്നെ പറഞ്ഞാലും കുറച്ച് സ്വർണം കിട്ടിയതുകൊണ്ട് എൻ്റെ ഇത്ര കാലം അന്വേഷണത്തിന് ഫലം കിട്ടിയെന്നെങ്കിലും ഞാൻ വിചാരിക്കുകയാണ്. അയാൾ മതിയാക്കി. ആ സ്വർണം വിറ്റ് അതിൻ്റെ മെഷീനറി വേറൊരാൾക്ക് വിറ്റു. അതിൻ്റെ പൈസ എടുത്തു, ഇതിൻ്റെ പൈസ എടുത്തു. അങ്ങനെ അത്യാവശ്യം ജീവിതത്തിൽ കുഴപ്പമില്ലാതെ കഴിയാനുള്ള ഒരു സമ്പാദ്യമായി ഞാൻ നിധിയിൽ നിന്ന് തന്നെ നേടിയെടുത്തു എന്ന ഒരു ചെറിയ സന്തോഷവുമായിട്ട് അയാൾ പോവുകയാണ്. അപ്പോൾ അത് വിൽക്കുന്ന സമയത്ത് ഈ മെഷീനറി വിൽക്കുമ്പോൾ അത് വാങ്ങുന്ന ഒരാളുണ്ടായിരുന്നു. അയാൾ ചോദിച്ചു, നിങ്ങൾ എന്തിനായിരുന്നു പിന്നെ ഈ മണ്ണ് കുഴിക്കുന്നതായിട്ടുള്ള മെഷീൻ വാങ്ങിയത്? അയാൾ പറഞ്ഞു, ഇങ്ങനൊരു സ്ഥലത്ത് ഒരു നിധി ഉണ്ടെന്ന് ഞാൻ കേട്ടു. ആ നിധി ഇല്ല എന്ന് പറഞ്ഞുകൂടാ, കാരണം ഞാൻ കുഴിച്ചു, എനിക്കുള്ള നിധിയൊക്കെ കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. ഞാൻ ഇത്രയും അടി ആഴത്തിൽ പോയിട്ട് പിന്നെ എനിക്കൊന്നും കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ ഈ മെഷീൻ വിറ്റു, എനിക്ക് വേണ്ട ജീവിക്കാനുള്ള സുഖസമൃദ്ധമായി ജീവിക്കാനുള്ള സാധനം കിട്ടി, ഞാൻ പോവുക എന്ന് പറയും. അങ്ങനെ അയാൾ പോകുമ്പോൾ ഇത് വാങ്ങിക്കുന്ന ആളുടെ മനസ്സിൽ ചിന്ത വന്നു, ഇത്ര സ്വർണം മാത്രമായിട്ട് കഷ്ണം പാളികൾ മാത്രമായിട്ടൊന്നും ആരും ഇവിടെയും വെച്ചിട്ടുണ്ടാവില്ല. എന്നാൽ അത് കുറച്ചും കൂടെ ആഴത്തിലൊന്ന് കുഴിച്ചു നോക്കിയാലോ, ഞാൻ അതൊന്ന് തുടരട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ഈ മെഷീനറി കൊണ്ട് അതേ സ്ഥലത്ത് അയാൾ പോയി. അയാൾ 3 അടി കുഴിച്ച് കഴിഞ്ഞപ്പോൾ വലിയ വലിയ സ്വർണത്തിൻ്റെ പാറകളെപ്പോലെ സ്വർണ്ണങ്ങൾ അവിടെ. അയാൾ ആ സ്വർണ്ണങ്ങളെടുത്തു കൊണ്ടുവന്നു, കോടിപതിയായിട്ട് ജീവിച്ചു. നേരത്തെ ആൾ കുഴിച്ചിട്ടുണ്ടതിൽ നിന്ന് വെറും 3 അടി മാത്രമായിരുന്നു ആ സ്വർണത്തിലേക്കുള്ളതായിട്ടുള്ള സ്വർണത്തിൻ്റെ പാറകളിലേക്കുള്ളതായിട്ടുള്ള വഴി. പക്ഷേ ആ 3 അടിക്ക് മുന്നേ മനസ്സ് മടുത്തു പോയതുകൊണ്ട് ആദ്യത്തെ ആളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് കിട്ടിയ അല്പം ഒരു കാര്യത്തിൽ അവിടെ സംതൃപ്തനാവേണ്ടി വന്നു. പലപ്പോഴും ജീവിതത്തിലെ പരിശ്രമങ്ങൾ ഇങ്ങനെയാണ്. നമ്മൾ കുറച്ച് സന്തോഷം കിട്ടി അതിൽ നിന്ന് മതി എന്ന് വിചാരിച്ച് ജീവിക്കുമ്പോൾ എന്നും ആ ഒരു മിഡിൽ ക്ലാസ് ലെവലിൽ നമുക്ക് കയറാൻ സാധ്യമല്ല. ജീവിതത്തിൻ്റെ യഥാർത്ഥമായിരിക്കുന്ന നിധി, നമ്മുടെ ഒരു കല, ഈശ്വരൻ്റെ അനുഗ്രഹമായി കിട്ടിയതായിട്ടുള്ള കഴിവ്, അതിൻ്റെ പരിപൂർണമായ വികാസം പ്രാപിക്കുമ്പോഴാണ് ഈ സമൂഹത്തിന് നമ്മുടെ ജീവിതം സഫലമാകുന്നതും നമ്മുടെ ജീവിതത്തിൽ സകല സമ്പൽ സമൃദ്ധിയും എല്ലാം വന്നു ചേരുന്നതും. പക്ഷേ കുറച്ച് ആദ്യത്തെ 3-4 സ്വർണ്ണ നാണയങ്ങൾ അല്ലെങ്കിൽ സ്വർണ്ണ പാളികൾ കിട്ടിയപ്പോൾ നിർത്തിവെച്ച ആളെപ്പോലെ ഡാനിയലിനെ പോലെ നമ്മളും കുറച്ചൊക്കെ ജീവിതത്തിന് സന്തോഷം വന്നു കഴിയുമ്പോൾ ഇനി ഇത് മതി എന്ന് വിചാരിച്ചുകൊണ്ട് ജീവിക്കാൻ തുടങ്ങും. അവിടെ ജീവിതത്തിൻ്റെ ഉന്നതി അസ്തമിച്ചു പോകും. നമ്മുടെ ലൈഫ് കൊണ്ട് നിങ്ങൾ എന്തൊക്കെ ഈ ഭൂമിക്ക് വേണ്ടി, ഈ ജീവിതത്തിന് വേണ്ടി, ഈ ലോകത്തിന് വേണ്ടി കൊടുക്കേണ്ടതുണ്ടായിരുന്നു, അതിലല്പം മാത്രം കൊടുക്കുകയും ബാക്കിയൊക്കെ അവശേഷിപ്പിക്കുകയും ചെയ്തുകൊണ്ട് ആ 3 അടി ബാക്കി വെച്ച് അന്വേഷകനെ പോലെ നിങ്ങളും കടന്നു പോകും. അതുകൊണ്ട് ജീവിതത്തിൽ നമുക്ക് എന്തെല്ലാം കലകൾ ഭഗവാൻ എന്ന് വരദാനമായി കിട്ടിയിട്ടുണ്ടോ അതിന് ഓരോ നിമിഷവും എത്ര കൂടുതൽ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമോ അത്രയും കൂടുതൽ കൊടുത്തേക്കണം. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, ഈ ലോകത്തെ കോടിപതികളായിട്ടുള്ള ആളുകൾ അവർക്ക് അവരുടെ 5-10 തലമുറകൾ സ്വസ്ഥമായിരുന്നു കഴിച്ചാൽ പോലും തീരാത്തത്രയും കിട്ടിക്കഴിഞ്ഞു, എന്നിട്ടും അവർ അധ്വാനിക്കുന്നുണ്ട്. കാരണം ഇനിയും എത്ര സമ്പാദിക്കാം, ഇത് ഭഗവാൻ തന്ന കലയാണ്, അതിനെ ഞാൻ മാക്സിമം ഉപയോഗിക്കണം അവസാന നിമിഷം വരെ എന്നതാണ് അവരുടെ പോളിസി. അതുപോലെ ജീവിതത്തിൽ ഈശ്വരൻ നമുക്കൊരു വരദാനം തന്നിട്ടുണ്ടെങ്കിൽ ആ വരദാനത്തിനെ ഉപയോഗിച്ചുകൊണ്ട് ജീവിതത്തിൻ്റെ അനുഗ്രഹമാക്കി മാറ്റി നമ്മുടെ ജീവിതം കൊണ്ട് അവസാന നിമിഷം വരെ മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കണം, സുഖം കൊടുക്കണം എന്ന് നിങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട് എങ്കിൽ
ജീവിതം എന്ന നിധി നിങ്ങൾക്ക് ഒരുപാട് സുഖവും സന്തോഷവും പ്രദാനം ചെയ്യും. അതുകൊണ്ട് കുറച്ച് നാൾ കഴിയുമ്പോൾ ആ 3 അടി ദൂരെ വെച്ച് നിർത്തിയേക്കരുത്. വിജയം അവിടെയായിരിക്കാം നമ്മളെ കാത്തിരിക്കുന്നത്. അതുകൊണ്ട് മടുക്കാതെ, മനസ്സിൽ മതി എന്നതായിരിക്കുന്ന മടുപ്പ് തോന്നാതെ മുന്നോട്ട് യാത്ര ചെയ്താൽ തീർച്ചയായിട്ടും എല്ലാ സുഖവും എല്ലാ സന്തോഷവും ഈ ഭൂമിയിൽ ജനിച്ച ഓരോരുത്തർക്കും ഭഗവാൻ വരദാനായി കൊടുത്തിട്ടുണ്ട്. ആ നിധി കണ്ടെത്തും വരെ മുന്നോട്ട് യാത്ര ചെയ്യൂ. നിങ്ങളുടെ ജീവിതവും സക്സസ്ഫുള്ളാവും, ഹാപ്പിയസ്റ്റ് ആവും. അങ്ങനെ മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി. ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.